Welcome to BSc Complementary Electronics, Chapter 37, Continuation, Electronic Instruments, and today we study Basic Meter. And this is semester 4, BSc Physics Main Students, 43rd lecture, BSc Complementary Electronics. Basic Meter. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഡിസ്കഷനാണ്. ഈ ബേസിക് മീറ്റർ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല, കാരണം അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ കൺവെർഷനൊക്കെ പഠിച്ചത്. എങ്കിലും എന്താണ് ഈ ബേസിക് മീറ്റർ എന്ന് ചോദിച്ചുകൂടാകില്ല. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി നമ്മളൊരു ചെറിയ നോട്ട് കൂടി കൊടുക്കുന്നത്. ബേസിക് മീറ്റർ അല്ലെങ്കിൽ ഗാലറിമീറ്റർ, ബേസിക് മീറ്റർ മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഡയഗ്രത്തിൽ എന്തെല്ലാം സംഗതിയുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഒരു ബേസിക് മീറ്ററിൽ വേണ്ടത് ഒരു കോയിലാണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യണം. ആ ഫീൽഡ് ഒരു ഹോഴ്സ് മാഗ്നറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കോയിലൊരു കോറിൻ്റെ പുറത്ത് ചുറ്റിയിരിക്കും. ആ കോറ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, പോൾ പീസ് കാണിച്ചിട്ടുണ്ട്, ഒരു വളഞ്ഞ മാഗ്നറ്റ്. പിന്നെ ആ കോയിലിൽ നമ്മൾ പോയിൻ്റർ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്: ഈ കറണ്ട് കോയിലിനകത്ത് പാസ് ചെയ്താൽ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെയുള്ള പെർമനൻറ്റ് ഫീൽഡുമായിട്ട് ഈ ഫീൽഡ് ഇൻട്രാക്ട് ചെയ്യും. അതിന് ഫലമായിട്ട് കോയിലിൽ ടോർക്ക് ഉണ്ടാകും. അത് റൊട്ടേറ്റ് ചെയ്യും, പോയിൻ്റർ ചലിക്കും. പോയിൻ്റർ ചലിക്കുന്നത് നോക്കിയിട്ട്, പോയിൻ്റർ ഡിഫ്രക്ഷൻ നോക്കിയിട്ട് എത്രമാത്രം കറണ്ട് കോയിലിനകത്തൂടി കടന്നുപോയി എന്ന് നിർണ്ണയിക്കാം. അല്ലെങ്കിൽ പോയിൻ്റർ ഡിഫ്ലക്ഷൻ ഈ കറണ്ടിന് പ്രപ്പോർഷണലാണ്. ഐ പ്രപ്പോർഷണൽ തീറ്റ എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആ കറണ്ട് കടത്തിവിടാനുള്ള ടെർമിനലാണിത്. ഏതെങ്കിലും കറണ്ട് അളക്കണമെങ്കിൽ ഈ ടെർമിനലിലേക്ക് ആ സോഴ്സ് കൊടുത്താൽ മതി. കറണ്ട് പാസ് ചെയ്യും, ഉടനെ പോയിൻ്റർ ചലിക്കും. പോയിൻ്ററിൻ്റെ ചലനം നോക്കിയിട്ട് നമുക്ക് കറണ്ട് നിർണ്ണയിക്കാം. ഐ പ്രപ്പോർഷണൽ ടു തീറ്റ അല്ലെങ്കിൽ ഐ ഈസ് കെ തീറ്റ. കെ വിളിക്കുന്ന പിന്നെ ഫിഗറോ മെറിറ്റ് എല്ലാം +2 പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് അർസൺ വാളാണ്. അതുകൊണ്ട് ഡി അർസൺ വാൾസ് ഗാലറിമീറ്റർ എന്നാണ് പറയുന്നത്. ബേസിക് മീറ്റർ മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡി അർസൺ വാൾ മീറ്റർ മൂവ്മെൻറ്റ് ഓർ എ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, PMMC meter movement. Since it is widely used in electronic instruments, it is worthwhile to discuss its construction and principle of operation. ഇത് വൈഡായിട്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതാണ്. അതായത് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, മൾട്ടിമീറ്റർ, ഓം മീറ്റർ എല്ലാത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. കൺസ്ട്രക്ഷൻ. As shown in figure, it consists of a permanent horseshoe magnet with swap-tail pole pieces attached to it. Between the pole pieces is situated a cylinder-shaped swap-tail core around which moves a coil with a fine wire wound on a light metal frame. The metal frame is mounted in dual bearings. ഈ തേയ്മാനം ഒഴിവാക്കാൻ വേണ്ടിയാണ്. So that it can rotate freely. A light pointer attached to the moving coil moves up a scale as the coil rotates when current is passed through it. കറണ്ട് കോയിലിനകത്ത് കടന്നു പോയാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകും, പോയിൻ്റർ ചലിക്കും. The rotating coil is prevented from continuous rotation by a spring which provides restoring torque. പോയിൻ്ററിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. The moving coil movement described above is increasingly replaced by a taut band movement in which the moving coil and the pointer are suspended between bands of spring metal so that the restoring force is torsional. അപ്പോൾ ഈ പിവോട്ടഡ് ടൈപ്പിന് പകരം ഇപ്പോൾ സസ്പെൻഡ് ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്. അത്തരം കേസിൽ കോയിൽ ഒരു പോസ്ഫറോൺസ് ഫൈബർ കൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നതാണ് പതിവ്.
ദ ബാൻഡ്സ് പെർഫോം ടു ഫങ്ഷൻസ്. ഈ ഫൈബർ അല്ലെങ്കിൽ ബാൻഡ്സിന് രണ്ട് ഫങ്ഷനുണ്ട്. ദേ സപ്പോർട്ട് ദി കോയിൽ ആൻഡ് ടു ദേ പ്രൊവൈഡ് റെസ്റ്റോറിംഗ് ടോർക്ക് ദെയർബൈ എലിമിനേറ്റിംഗ് ദ പിവട്സ് ആൻഡ് ഡ്യുവൽസ് യൂസ്ഡ് വിത്ത് കോയിൽ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ പിവട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്ത ഒരു ഗാലനോമീറ്റർ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആസ് കമ്പയർഡ് ടു പിവട്ടഡ് മൂവ്മെൻറ്റ് ദ ടോട്ട് ബാൻഡ് ഹാസ് ദി അഡ്വാൻറ്റേജസ് ഓഫ്. അപ്പോൾ ഈ പിവട്ടഡ് ടൈപ്പിനേക്കാൾ സസ്പെൻഡ് ടൈപ്പിന്, ഈ ചരടിൽ അല്ലെങ്കിൽ ബാൻഡിൽ തൂക്കിയിടുന്ന സസ്പെൻഡ് ടൈപ്പിന് ചില മേന്മകളുണ്ട്. നമ്പർ 1, ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി, ദാറ്റ് ഈസ് സ്മോളർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. 2, റഗ്ഡിനെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിന് നല്ല ഹെൽത്തിയാണ്, റോബസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഡാമേജ് ആകത്തില്ല. പിന്നെ മിനിമൽ ഫ്രിക്ഷൻ കുറവാണ്. ഈസി ടു മാനുഫാക്ചർ, നിർമ്മിക്കാൻ എളുപ്പം. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഓപ്പറേഷൻ, ഇതിൻ്റെ പ്രവർത്തനം എന്താണ്, അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് ഉണ്ട്. പ്രവർത്തനം. The meter movement works on the motor principle and is a current responding device. ഇപ്പോൾ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്, DC മോട്ടോർ. The deflection of the point is directly proportional to the amount of current passing through the coil. I proportional to theta എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ. When direct current flows through the coil, magnetic field so produced reacts with the field of the permanent magnet. The resultant force takes the coil along with its pointer. The amount of deflection is directly proportional to amount of current in the coil. Hence, their scale is linear. ഇപ്പോൾ ലീനിയർ സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാം. വിത്ത് കറക്റ്റ് പൊളാരിറ്റി ഇത് പോയിൻ്റ് റീഡ്സ് അപ്പ് സ്കെയിൽ ടു ദി റൈറ്റ്, വേറാസ് ഇൻകറക്റ്റ് പൊളാരിറ്റി ഫോഴ്സസ് ദി പോയിൻ്റർ ഓഫ് സ്കെയിൽ ടു ദി ലെഫ്റ്റ്. അതൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കറക്റ്റ് പൊളാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് വലത്തോട്ട് മാറും. പിന്നെ തെറ്റായി പൊളാരിറ്റി കൊടുത്താൽ പോയിൻ്റ് ഇടത്തോട്ടടിക്കും. അതുകൊണ്ട് പൊളാരിറ്റി നമ്മൾ പിന്നെ സൂക്ഷിക്കണം. അമ്മീറ്റർ വോൾട്ടിമീറ്റർ ഒക്കെ ആക്കുമ്പോൾ പൊളാരിറ്റി എപ്പോഴും DC പൊളാരിറ്റി എപ്പോഴും നോക്കി കൊടുക്കണം. കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ പോയിൻ്റർ ഇടത്തോട്ടടിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ കറക്റ്റ് പൊളാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് വലത്തോട്ട് ചലിക്കും. കാരണം അമ്മീറ്ററിനെയും വോൾട്ടിമീറ്ററിനെയൊക്കെ 0 മാർക്ക് ചെയ്യുന്ന ലെഫ്റ്റിലാണ്. നേരെ മറിച്ച് പിന്നെ ഗാലനോമീറ്ററിന്, ബേസിക് മീറ്ററിന് 0 മാർക്ക് ചെയ്യുന്നത് നടുക്കാണ്. അപ്പോൾ ഗാലനോമീറ്ററിന് പൊളാരിറ്റി നോക്കേണ്ട കാര്യമില്ല. ഏത് പൊളാരിറ്റി കൊടുത്താലും അത് റിഫ്ലക്റ്റ് ചെയ്യും, ഓപ്പോസിറ്റ് ആയിരിക്കുമെന്ന് മാത്രം. പക്ഷെ അമ്മീറ്ററിലും വോൾട്ടിമീറ്ററിലും നമ്മൾ DC കറണ്ടൊക്കെ അളക്കുമ്പോൾ പൊളാരിറ്റി നോക്കി തന്നെ കൊടുക്കണം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൂവിങ് കോയിൽ മീറ്റർ മൂവ്മെൻറ്റ്, ഈ ബേസിക് മീറ്ററിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, പോയിൻ്റ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്പർ 1, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, IM, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. അപ്പോൾ മാക്സിമം കറണ്ട്, കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ ഇത്ര കറണ്ട് വേണം. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ, R മീറ്റർ എന്ന് പറയും. R ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, G എന്ന് പറയാറുണ്ട്. നമ്മൾ G എന്ന് പറയും, നമ്മൾ കാൽക്കുലേഷനകത്ത് G എന്നാണ്, ക്യാപിറ്റൽ G എന്നാണ് പറയുന്നത്. RM. പിന്നെ നേരത്തെ നമ്മൾ കൺവെർഷൻ ഓഫ് ഗാലനോമീറ്ററിൻ്റെ അമ്മീറ്റർ, വോൾട്ടിമീറ്ററിൻ്റെ കൺവെർഷൻ ഓഫ് ഗാലനോമീറ്ററിൻ്റെ വോൾട്ടിമീറ്റർ, ആ കേസിലെല്ലാം നമ്മൾ മീറ്റർ റെസിസ്റ്റൻസിനെ G എന്നാണ് പറയുന്നത്, ഇവിടെ RM. പിന്നെ സെൻസിറ്റിവിറ്റി, അത് നമ്മൾ പഠിച്ചതാണ്. 1/IM ഡെഫിനേഷൻ, സെൻസിറ്റിവിറ്റി 1/IM ആംബിയർ മീറ്റർ ഈസ് ടു -1 എന്നുള്ളത് പഠിച്ചതാണ്. അപ്പോൾ ഈ 3 ടേമുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എ ബേസിക് മീറ്റർ ഓർ ബേസിക് മീറ്റർ മൂവ്മെൻറ്റ്, അങ്ങനെ ചോദിക്കും. ബേസിക് മീറ്റർ മൂവ്മെൻറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട്.
So that is all. With this, your 43rd lecture, basic meter, is over, and this chapter is also over. The next class we start the last chapter, that is fiber optics. That is all. Thank you.